ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം ടെസ്റ്റിൻ്റെ 2ാം ദിവസം തലേ ദിവസത്തെ സ്കോറായ 264 റൺസുമായി ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ തൻ്റെ തലേന്നത്തെ സ്കോറായ 19 റൺസിനോട് 1 റൺസ് മാത്രം കൂട്ടിച്ചേർക്കാൻ മാത്രമാണ് രവീന്ദ്ര ജഡേജയ്ക്ക് കഴിഞ്ഞത്. 20 റൺസിന് പുറത്തായ രവീന്ദ്ര ജഡേജയ്ക്ക് പിന്നാലെ ഷർദുൽ താക്കൂറും വാഷിംഗ്ടൺ സുന്ദറിനും മാത്രമാണ് കുറച്ചു നേരമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഷർദുൽ താക്കൂർ മികച്ചൊരു ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. 41 റൺസാണ് ടാക്കൂർ സ്വന്തമാക്കിയത്. വാഷിംഗ്ടൺ സുന്ദർ 27 റൺസുമായി ടാക്കൂറിന് മികച്ച പിന്തുണ നൽകി. തലേദിവസം നമ്മളെയെല്ലാം ആകാംക്ഷയുടെ അല്ലെങ്കിൽ ടെൻഷൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഋഷഭ് പന്തിന് പരിക്കേറ്റിരുന്നു. എന്തോ ഭാഗ്യവശാൽ ഇന്ത്യൻ ആരാധകരെയെല്ലാം ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഋഷഭ് പന്ത് 2ാം ദിവസം ബാറ്റിങ്ങിനിറങ്ങി. വീണ്ടും തലേ ദിവസം 37 റൺസുമായാണ് റിട്ടയർഡ് ഹർട്ടായ ഋഷഭ് പന്ത്. പിറ്റേ ദിവസം 2ാം ദിവസം ബാറ്റിങ്ങിന് വന്നു. തൻ്റെ സ്കോറിനോട് 17 റൺസ് കൂടി കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം മറ്റൊരു 50 നേടി 54 റൺസ് എടുത്താണ് പുറത്തായത്. അങ്ങനെ മൊത്തം 358 റൺസാണ് ഇന്ത്യക്ക് 2ാം ദിനം നേടാൻ കഴിഞ്ഞത്. 358 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. വാലറ്റമായ മുഹമ്മദ് സിറാജിനും ജസ്പ്രീത് ബുംറയ്ക്കും അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 2ാം ദിവസം 358-ന് 10 എന്ന നിലയിൽ ഇന്ത്യയെ ഓൾ ഔട്ടാക്കിക്കൊണ്ട് ഇംഗ്ലണ്ട് ബാറ്റിംഗ് ആരംഭിച്ചു. ഇംഗ്ലണ്ട് ആരാധകരെയും ഇംഗ്ലണ്ട് ടീമിനെയും എല്ലാം അക്ഷരാർത്ഥത്തിൽ ആഹ്ലാദഭരിതരാക്കിക്കൊണ്ട് ക്രൗലിയും ബെൻ ഡക്കറ്റും ഇംഗ്ലണ്ടിന് സ്വപ്ന തുല്യമായ ഒരു തുടക്കമാണ് നൽകിയത്. തകർത്തടിച്ച രണ്ടുപേരും ഇംഗ്ലണ്ട് സ്കോർ കുതിച്ചുയർന്നുകൊണ്ടേയിരുന്നു. 167 റൺസാണ് രണ്ടുപേരും കൂടി ചേർന്ന് നേടിയത്. 166 റൺസാണ് രണ്ടുപേരും കൂടി നേടിയത്. ക്രൗലി 84 റൺസ് എടുത്തും ബെൻ ഡക്കറ്റ് 94 റൺസ് എടുത്തുമാണ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ നിർണായക സംഭാവന നൽകിയത്. ഇന്ത്യൻ ആരാധകരുടെയും ഇന്ത്യൻ കളിക്കാരുടെയും മുഖത്തുനിന്ന് മാറിയ ചിരി അല്പമെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് രവീന്ദ്ര ജഡേജയ്ക്കാണ്. രവീന്ദ്ര ജഡേജ ക്രൗലിയെ KL രാഹുലിൻ്റെ കൈകളിൽ എത്തിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ടീമിന് ആദ്യ ആശ്വാസം ലഭിച്ചത്. ഫസ്റ്റ് ബ്രേക്ക് ത്രൂ നൽകുന്നത് രവീന്ദ്ര ജഡേജയാണ് ക്രൗലിയെ KL രാഹുലിൻ്റെ കൈകളിൽ എത്തിച്ചത്. തുടർന്ന് ഓലി പോപ്പിനെ കൂട്ടുപിടിച്ച് ജോ റൂട്ട് ഇംഗ്ലണ്ട് സ്കോർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ബെൻ ഡക്കറ്റ് 94 ഔട്ടായി. നിലവിൽ കളി നിർത്തുമ്പോൾ 2ാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഇംഗ്ലണ്ട് 225 റൺസിന് 2 എന്ന നിലയിലാണ്. ക്രീസിൽ നിലവിലുള്ളത് ഒലിപ്പോപ്പും 20 റൺസുമായും ജോ റൂട്ട് 11 റൺസുമായും ക്രീസിലുണ്ട്. ഓപ്പണിംഗ് സെക്ഷനിൽ അല്ലെങ്കിൽ ആദ്യ 2 സെക്ഷനിൽ ഇന്ത്യ എത്രത്തോളം വിക്കറ്റ് ഇന്ത്യക്ക് നേടാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ സാധ്യതകൾ. എന്തായാലും ഋഷഭ് പന്ത് തിരിച്ചു വന്നത് ഇന്ത്യക്ക് വളരെ വലിയൊരു ആശ്വാസം തന്നെയാണ്. എന്തായാലും നമുക്ക് 3ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.